സർവേശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിഷ്യോദയെ സ്മരിച്ചുകൊണ്ട് വേദിയിലും സദസ്സിലിരിക്കുന്ന ആത്മബന്ധുക്കൾ, എന്തായാലും വളരെ സന്തോഷം തോന്നുന്നൊരു ദിവസം. പ്രത്യേകിച്ച് കുറേ നമ്മുടെ ചെറുപ്പക്കാരികൾ വളരെ കഷ്ടപ്പെട്ട് ഈ ഗുരുവിൻ്റെ ആശയവും ഈ ഗുരുവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം. കാരണം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് സതീശൻ സാറും ഈ പറഞ്ഞ ദേവേട്ടനും ഇവരൊക്കെ പോലത്തെ ആൾക്കാർ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ആശയപരമായ കർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല. പലപ്പോഴും ഗുരു സംസാരിക്കുന്നതും നമുക്ക് മനസ്സിലാവാറില്ല. കാലങ്ങൾ കഴിയുമ്പോഴാണ് അതിൻ്റെ അടുക്കുകൾ നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഗുരുഗീത പോലും ഞാൻ ചോദ്യം ചെയ്ത ആളാണ്. ഞാനത് മുരളി മാസ്റ്ററോട് പറഞ്ഞു. അത് എന്നൊരു നിരീശ്വരവാദിയും എന്നോട് ഇതിനെക്കുറിച്ച് തർക്കിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഈ രീതിയിൽ ഓരോ വ്യക്തിക്കും വരുന്ന കാര്യങ്ങൾ അതെങ്ങനെ വരുന്നു, എന്തുകൊണ്ട് വരുന്നു എന്നറിയുന്നതാണ് നമുക്ക് ഈ ആശ്രമത്തിൽ നിന്നുള്ള പ്രധാനം. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഈ കണ്ണട ഊരി വെക്കണം. അന്ന് 40,000 രൂപയാണ് ലേസർ ട്രീറ്റ്മെൻറ്റ്. 93-ലാണ് ഞാൻ, 92-ലോ 93-ലാണ് ഞാനത് ഗുരുവുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഗുരു എന്നെ വളരെയേറെ ശോഭിച്ചു. ഇതിൻ്റെ കാര്യകാരണങ്ങളാണ് ഗുരു പറഞ്ഞത്. ഇതെന്തുകൊണ്ട് എനിക്ക് ഇത് വന്നു, ഇതെന്തുകൊണ്ടാണ് ഇത് സഹിക്കേണ്ടി വരുന്നത്. ഇപ്പം എൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു പാലക്കാട്ടിലൊരു ഗോപാല മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിട്ടുമാറാത്ത തലവേദനയാണ്. അദ്ദേഹം സാരിഡോണിൻ്റെ ഓണർ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ സാരിഡോൺ കഴിക്കും. സാരിഡോൺ എത്രയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്, അതിൻ്റെ ഇരട്ടിയാണ് അദ്ദേഹം കഴിക്കുന്നത്. തലവേദന കാരണം. ഇതിൻ്റെ കാര്യകാരണങ്ങളാണ് ഗുരു പറഞ്ഞത്. അപ്പോൾ ഈ നിൻ്റെ വീട്ടിൽ നിൻ്റെ ഗോത്രത്തിൽ ഇങ്ങനൊരു ആരാധന രീതിയുണ്ട്. അപ്പം നമ്മുടെ ചിന്തയിൽ അങ്ങനെയൊന്നും വരില്ലല്ലോ. അപ്പോൾ എൻ്റെ കുടുംബക്ഷേത്രത്തെക്കുറിച്ചും എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രത്തെക്കുറിച്ചൊക്കെ ഗുരു എനിക്ക് പറഞ്ഞു തരികയാണ്. ഇതിൻ്റെ ഗതികേട് എൻ്റെ കണ്ണിലേക്ക് ബാധിക്കും. എന്നിട്ട് ഗുരു പറഞ്ഞു, ഇത് 7 തലമുറയുടെ അടുക്കായിട്ടാണ് നിനക്ക് വരുന്നത്. ഇത് മന്ദബുദ്ധിയായിട്ടും കണ്ണിൻ്റെ കാഴ്ച കുറവായിട്ടും അങ്ങനെ പല രീതിയിലും നമ്മളെ ബാധിക്കുന്നു. എന്നുവെച്ചാൽ എൻ്റെ അമ്മയുടെയൊക്കെ തറവാട്ടിലെ അമ്പലം എന്ന് പിന്നീട് ഞാൻ അമ്മയുടെ ഇതിലൊക്കെ പോകാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ മുണ്ടൂര് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പാലക്കാട്. അവിടെ പാലക്കിഴി ഭഗവതി ക്ഷേത്രം പറയും. അത് വലിയൊരു ക്ഷേത്രം, 101 ആനയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ അമ്മയുടെ വീട്ടുകാർ പോയാലേ ദേവി ഇറങ്ങുള്ളൂ ഈ വേല ദിവസം. 101 ആനയൊക്കെയാണ്, അവരുടെ ജാതി വ്യവസ്ഥയിലേക്കാണ് ആനകളൊക്കെ വരിക. അത് വേറെ വശം. ഗുരു പറഞ്ഞു, അങ്ങോട്ട് തലവെച്ച് പോലും നിങ്ങൾ കടക്കരുത്. അത്ര വലിയ മഹാക്ഷേത്രത്തിൻ്റെ കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതുപോലത്തെ ഓരോ ആരാധനാ കർമ്മം ഓരോ മതത്തിൻ്റെ രീതിയിലും വന്നിട്ടുണ്ടെന്ന് ഗുരു പറഞ്ഞു. അപ്പം ഞാൻ ഗുരുവിനോട് തർക്കിച്ചു, ഗുരുവേ, മതവും ജാതിയും ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുക? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ അതേ ചോദ്യമാണ് ഗുരുവിനോട് ചോദിച്ചത്. ഏത് മതമാണ് ഏത് ആചാര്യനാണ് ഉണ്ടാക്കിയത്? യേശു മരിക്കുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മതം? അദ്ദേഹത്തിൻ്റെ മതം ജൂതനായിരുന്നു. നബി തിരുമേനി മരിക്കുമ്പോൾ ഗുറാസിയായിരുന്നു. പിന്നീട് ആ കുടുംബങ്ങളിൽ അടിയും തല്ലും ഉണ്ടായപ്പോഴാണ് അവർ ഖുർആൻ ക്രോഡീകരിച്ചത്. ഇതുപോലെ ഹിന്ദുമതത്തിൻ്റെ കാര്യം ഞാനിവിടെ 100 പ്രാവശ്യം എടുത്തു പറഞ്ഞു. അത് 6ഓളം പരസ്പരം വെട്ടിച്ചാവുന്ന മതങ്ങൾ ചേർന്നുണ്ടായതാണ്. അത് ശ്രീനാരായണ ഗുരു ഗാന്ധിക്കും ചട്ടമ്പി സ്വാമി വിവേകാനന്ദ സ്വാമിക്കും പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം ഈ ഇതുപോലത്തെ ഗതികേടുകൾ നമ്മുടെ കുടുംബത്തിൽ കയറി വരുമ്പോൾ അവരെ തിരുത്താനുള്ള പല കാര്യങ്ങളും ഗുരു ചെയ്തു വെച്ചു. അതാണ് ഈ ഗുരുമഹിമ ഇവിടെ
പറഞ്ഞ പല ക്ലാസ്സുകൾ. ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളും പല രീതിയിലേ പെരുമാറുള്ളൂ. അവരുടെ തെറ്റല്ലാതെ ഒരിക്കലും അവർ നമ്മളെ കുറ്റം പറയുകയോ ചെയ്യുകയോ ചെയ്യരുത്. കാരണം അവരുടെ ജീവൻ്റെ വാസനയിലേക്ക് വന്നിട്ടുള്ള അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഗോത്രത്തിൽ വന്നിട്ടുള്ള ആരാധനാ കർമ്മം അവനെ ഇവിടെ ഇരുത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ നമ്മൾ ഗുരു സംസാരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും. ചിലവർ രാവിലെ 3 മണി വരെ കഷ്ടപ്പെട്ട് 3 മണിക്ക് കിടന്നുറങ്ങും. അങ്ങനെയുള്ളവർ ഇവിടെയുണ്ട്. നമ്മുടെ ആശ്രമത്തിലുണ്ട് ഇപ്പോൾ. അല്ല, തെറ്റല്ല കേട്ടോ. ഇതൊന്നും ആരുടെയും കുറവായിട്ടോ അവരുടെ രീതിയായിട്ടോ കാണരുത്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് അവൻ്റെ DNA ക്രോമസോമിൽ കയറി കിടക്കുന്ന അവൻ്റെ 7 തലമുറയുടെ മെമ്മറിയാണ്. ഇതാണ് ക്യാൻസറും, ഇതാണ് നമ്മുടെ ഈ വരുന്ന ആസ്മ, എല്ല് തേയ്മാൻ, ഇതൊക്കെ ഗുരു പറഞ്ഞു തരികയാണ്. ഇതാണ് എൻ്റെ കണ്ണു പോകാനുള്ള കാരണം. ഒരു കാര്യത്തിൻ്റെ കർമ്മത്തിൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് കാഴ്ച കുറവേ ഉള്ളൂ, കാഴ്ച പോയിട്ടില്ല. ഇവിടെ പലവരുടെയും കാഴ്ച പോയിട്ടുണ്ടെന്നാണ് ഗുരു പറഞ്ഞു. ഈ കാഴ്ച പോയതിനെ ഗുരു തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയോ പേര്. അതാണ് ഇപ്പോൾ പറഞ്ഞ ഗുരുസ്നേഹം. എന്താണ് ഗുരുവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ? നിനക്ക് സംഭവിക്കുന്ന ഓരോ കാര്യത്തിൻ്റെയും കാര്യകാരണം ഗുരു കാണിച്ചു തരികയാണ്. ഓരോ കാര്യം. ഇപ്പം ഞാനൊരു ദരിദ്രനാവുന്നു, പണക്കാരനായി ജനിച്ച ഞാൻ ദരിദ്രനാവുന്നു, എൻ്റെ കാരണം പറഞ്ഞു തരിക. നിൻ്റെ മക്കൾക്ക് ഇത് എടുക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ കാര്യകാരണം പറഞ്ഞു തരികയാണ്. എൻ്റെ വീട്ടിൽ എനിക്കും എൻ്റെ മക്കൾക്കും അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു ഗതികേട് വരുന്നു, അതിൻ്റെ കാര്യകാരണം പറഞ്ഞു തരികയാണ് ഗുരു. അത് പറഞ്ഞ് നമ്മളെ തിരുത്തുകയാണ്. അങ്ങനെ തിരുത്തുന്നതാണ് ഗുരുസ്നേഹം. അതാണ് ഭഗവത്ഗീത. അവിടെ കാര്യകാരണം പറഞ്ഞു കൊടുക്കണം അർജുനനോട്. ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു, ഇതെന്തിനു വേണ്ടി സംഭവിക്കുന്നു, ഇങ്ങനെ ഗുരു ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. ഇത് മനസ്സിലാക്കാനാണ് നമ്മുടെ കുട്ടികളെ ആശ്രമത്തിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് A+ കിട്ടി. അവിടെ തോറ്റ കുട്ടിക്കും A+ കുട്ടിക്കും 1400 ഗ്രാം ബ്രെയിനേ ഉള്ളൂ. ദൈവം ആർക്കെങ്കിലും അധികം കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ ആ ജീവനിൽ കിടക്കുന്ന ആരാധനാ ദോഷവും ആ ജീവന്റെ ബോധത്തിൽ വന്നിട്ടുള്ള കർമ്മത്തിൻ്റെ ദോഷവും അവൻ്റെ കുടുംബത്തിൻ്റെ വന്നിട്ടുള്ള ആ ജീവനിൽ വന്ന എന്തെല്ലാം കുറവുണ്ടോ ആ ബ്രെയിനിനെ വർക്ക് ചെയ്യിപ്പിക്കില്ല. അതാണ് മധുവട്ടൻ്റെ കുടുംബത്തിനെ കുറിച്ച് മധുവട്ടൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ശരിയെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തു പോയതെല്ലാം നമ്മുടെ DNA കയറിയിട്ട് നമ്മുടെ കുടുംബത്തിനെ തകർക്കുകയാണ്. അവിടെയാണ് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതും നമ്മൾ വിഷം കഴിച്ച് മരിക്കുകയൊക്കെ ചെയ്യുന്നു. ഒരു നിമിഷം മതി തിരുത്താൻ. കാരണം ഇവിടെ വന്നപ്പോൾ ചൈതന്യസ്വാമി ആ അനുഭവം പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. ചൈതന്യസ്വാമി ഞങ്ങളോടൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഒരിക്കൽ ഗുരുവിൻ്റെ കൈ പിടിച്ച് നടക്കുകയാണ്. ചൈതന്യസ്വാമി എൻ്റെ കൈ പിടിച്ചിട്ട് ഗുരു നടക്കുന്നു. പെട്ടെന്ന് ഗുരു ചോദിച്ചു, ഇന്നാളെ എവിടെ പോയടാ ചോദിച്ചു. അപ്പോൾ ചൈതന്യസ്വാമി പെട്ടെന്ന് പറഞ്ഞു, അന്ന് അദ്ദേഹം ബ്രഹ്മചാരിയാണ്. ഗുരു അദ്ദേഹം പോയി തോന്നുന്നു പറഞ്ഞു. കൈയെന്ന് വിട്ട് അവൻ എവിടെപ്പാട് വിളിച്ചുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് കയറിയാൽ മന്ത്രാവണ്ട് അദ്ദേഹത്തിന് സ്നേഹാത്മസ്വാമിനെയും ഗുരു ചീത്ത പറഞ്ഞു വിടുക. അദ്ദേഹം ഗുരു സത്പ്രഭാസ്വാമിനെ പിടിക്കുന്നു. ഇവർ രണ്ടുപേരും ഓടുകയാണ്. ഓടി ഇവർ ചെന്ന് നോക്കുമ്പോൾ പോത്തം കൊടുന്ന് പോയി കഴിഞ്ഞു. അങ്ങനെ ഇവർ രാത്രി പോയി എവിടെ എത്തണം? അദ്ദേഹത്തിൻ്റെ വീടെത്തി. വീടെത്തിയപ്പോൾ എന്താ സ്ഥിതി അറിയോ? അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് തന്നെ വാങ്ങിക്കഴിഞ്ഞു. എന്ത് വിഷം വാങ്ങിക്കഴിഞ്ഞു. ആളുടെ പേരൊന്നും ഞാൻ പറയാത്തത് അത് അത്ര നല്ലതല്ല, അയാളൊക്കെ സുഖമായിട്ടൊന്ന് ജീവിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് വന്നിട്ടുള്ള ഒരു വലിയൊരു കടബാധ്യത ഇത് ഗുരുവിനറിയാം. അയാൾ മരിക്കാൻ പോവുകയാണ്, അയാൾ ആത്മഹത്യക്ക് തയ്യാറാവും. എൻ്റെ കാരണവും ഗുരുവിനറിയാം. അത് ഏത് തരത്തിലുള്ള ആരാധനാമൂർത്തി അല്ലെങ്കിൽ ഏത് പൃഥുവാണ് അവനെ കൊണ്ട് ഈ മരണത്തിലേക്ക് വലിച്ചുകൊണ്ടുവന്നും ഗുരുവിനറിയാം. രാത്രി തന്നെ ആ ജീപ്പിൽ കയറ്റിയിട്ട് അദ്ദേഹത്തിന് എവിടെ കൊണ്ടുവന്നു? ആശ്രമത്തിലെത്തിച്ചു. പൂലന്തർ എത്തിയപ്പോഴാണ് ആ കുപ്പി പുറത്തേക്ക് എറിയുന്നത്. കാരണം ഗുരുവിൻ്റെ അവിടെ അതൊന്നും നടക്കില്ല. എന്നിട്ട് അദ്ദേഹം വന്നു.
രാവിലെ ഗുരുവിനെ കണ്ടു, ഒന്നുമില്ല, ഗുരു ഒരു കദളിപ്പഴം എടുത്ത് കൊടുക്കുന്നു. നമ്മളതിനെ അവിടെ കപ്പപ്പഴം എന്നൊക്കെയാണ് വിളിക്കുക അല്ലേ, ഇവിടെ കദളിപ്പഴം എടുത്ത് കൊടുക്കുന്നു. അപ്പം ഇവർ അന്തം വിടുകയാണ്, ഇതിനാണോ എത്ര നേരം ഗുരു ബഹളം വെച്ചത്? അപ്പോഴാണ് അദ്ദേഹം സത്യം തുറന്നു പറയുന്നത്, ഗുരുവേ ഞാനിങ്ങനെ ചെയ്തു പോയി, ഞാൻ ഇന്നലെ ചാവണം തീരുമാനിച്ചതാണ്, എല്ലാ കാര്യങ്ങളും പറയണം. അപ്പോൾ ഗുരു പറഞ്ഞു, എനിക്കതറിയാം, നിന്നെ അതിനാണ് ഞാൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞു, നീ പോകാൻ പാടില്ല, നീ ആരോട് ചോദിച്ചു പോയി. അപ്പം മരിക്കാൻ തീരുമാനിക്കുകയും ഞാൻ കടം പിടിച്ച് എനിക്ക് ആകെ തകർന്നു വന്നപ്പോൾ ഗുരു എന്നോടൊന്നും സംസാരിക്കുന്നില്ല, എനിക്ക് ആരുമില്ല എന്ന് തോന്നൽ. പക്ഷേ ഗുരു നമ്മുടെ കൂടെ എല്ലാമായി നിൽക്കുകയാണ്. അതാണ് ഗുരുവിൻ്റെ സ്നേഹം, അത്ര മഹിമയിൽ നിൽക്കുക. ഇതുപോലെ പലവരും സംഭവിക്കാറുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ, ഞാൻ ആരുടെ ശുദ്ധിയിലിരിക്കുന്ന സമയത്ത് എന്നോട് വന്ന് പറയുകയാണ്, അവർ എം.എഡ് എന്തോ എടുത്താണ്. അപ്പോൾ എം.എഡ് എടുത്ത ആ പെൺകുട്ടിക്ക് കല്യാണം ആലോചിക്കുന്ന ആരെ അറിയോ? ആയുർവേദത്തിൽ നിൽക്കുന്ന സാധാരണക്കാരനാണ്. അപ്പോൾ ആ കുട്ടി എന്നോട് ഒന്ന് പറയുന്നത്, ഗുരുവിന് എൻ്റെ വിദ്യാഭ്യാസം മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഗുരു എന്നെ ചതിക്കുകയാണെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഗുരുവിന് ഒരിക്കലും വിദ്യാഭ്യാസം, പണം, കുടുംബ മാഹാത്മ്യം ഇതൊന്നും ഗുരു നോക്കാറില്ല. ഗുരു നോക്കുന്നത് ഒരു ബാലൻസ് ഷീറ്റാണ്. അത് ഗുരു എപ്പോഴും പറയാറുണ്ട്. എടാ, ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഞാൻ നോക്കുന്നത് അവരുടെ 7ാമത്തെ തലമുറ എത്തുമ്പോൾ അതിൽ ആര് ജനിക്കണം, ആരുണ്ടാവണം, ആ ഗോത്രം ഏത് രീതിയിലാവണം എന്ന് ഞാൻ തീരുമാനിക്കും. അവിടെ വിദ്യാഭ്യാസം, പണം, പെൺകുട്ടിയുടെ മുടിയുടെ വലുപ്പം, പെൺകുട്ടിയുടെ തൊലിയുടെ വലുപ്പം, അല്ലെങ്കിൽ ആ പയ്യൻ്റെ ജോലി, ഇതൊന്നും ഇവിടെ പ്രസ്ഥാനം എനിക്കില്ല. കാരണം 7 തലമുറയുടെ ഉള്ള അവൻ്റെ ഗോത്രം, ആ ഗോത്രത്തിൻ്റെ അധിപൻ ഗുരുവായിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, കൗശിക് ഗോത്രം, വിശ്വാമിത്ര ഗോത്രം, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇഷ്ടംപോലെ ഗോത്രങ്ങളുണ്ട്. ശങ്കരാചാര്യർ ഗോത്രം. ഇപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പുഷ്പാഞ്ജലി നിങ്ങളുടെ നാളിലല്ല ചെയ്യുക, ഗോത്രത്തിലാണ് ചെയ്യുക. നമ്മുടെ ഗോത്രമൊക്കെ പറഞ്ഞാൽ കണ്ണൂരിലെ ഗോത്രം എന്തായിരിക്കും? മച്ചിൽ ഭഗവതി ഗോത്രം അല്ലേ, മച്ചിൽ ചോട്ടിലെ ഭഗവതി. പിന്നെന്താണ് ഈ ഇറച്ചി മീനും കഴിക്കുന്ന ആള്. ഇതൊക്കെയാണ് നമ്മുടെ ഗോത്രത്തിൽ വരിക. അതൊക്കെ ആക്രികളാണ്. അപ്പോൾ ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, നിനക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എം.എഡ് ആണ്. വീണ്ടും പറയുന്നത് എന്താണ്? ഞാൻ എം.എഡ് ആണ്, അവൻ 10ാം ക്ലാസ്സാണ്. എങ്ങനെ ഞങ്ങൾ ഒന്നു പോവും? ഞാൻ ചോദിച്ചു, ഒരുമിച്ച് പോവാ എന്ന് പറയണത് വിദ്യാഭ്യാസത്തിലല്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഭാഗ്യത്തിനോ എന്തോ കേരളത്തിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന IPS ഓഫീസർ ഒരു ലേഡി ശിഷ്യപുത്ര മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, IPS ഓഫീസറാണെന്ന് മാത്രം പറയുക. ഇപ്പോൾ റിട്ടയർഡായി. അവരുടെ പ്രശ്നം ശിഷ്യപുത്ര മുന്നിൽ തീർക്കുകയാണ്. ഭർത്താവും ഇതേപോലെ IAS ആണ്. അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റാത്ത എന്തോ ഒരു കർമ്മഗതി. ഇത് അവിടെ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. മഴ പെയ്യട്ടെ. കുഴപ്പമില്ല, മഴ പെയ്യട്ടെ. മഴ നല്ലതാണ്. മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുക. അപ്പോൾ ആ പെൺകുട്ടിയോട് ഞാൻ വീണ്ടും പറഞ്ഞു, നിന്റെ ഗോത്രത്തിൽ ഭാഗ്യമില്ലാത്ത മക്കൾ ജനിക്കണമെങ്കിൽ നീ വിദ്യാഭ്യാസമുള്ള എം.എഡുകാരെ കല്യാണം കഴിച്ചോ, ഒരു കുഴപ്പവും നിനക്ക് സംഭവിക്കില്ല. മറിച്ച് നിനക്ക് നിന്റെ ഗോത്രത്തിൽ ഏറ്റവും ഉയർന്ന പട്ടിണി കിടക്കാൻ ഭാഗ്യമില്ലാത്തവൻ, പട്ടിണി കിടക്കാൻ ഒരു ഭാഗ്യം വേണം അല്ലേ, വസ്ത്രത്തിന് ബുദ്ധിമുട്ടാത്തവൻ, ദുബായിലും
അമേരിക്കയിലും പിച്ചെടുക്കാൻ പോവാത്തവൻ, ഈ രാജ്യത്തിൽ 4 പേർക്കെങ്കിലും ആഹാരം കൊടുക്കാൻ കഴിവുള്ളവനായ ഒരു മകൻ അല്ലെങ്കിൽ മകളോ നിനക്ക് ജനിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഗുരുവിൻ്റെ ധർമ്മം നീ മുറുക്ക പിടിച്ചോൾ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലവരുടെ വീട്ടിലും 5 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ദരിദ്രരായത്. 5 കാര്യം. ഈ 5 കാര്യം കൊണ്ട് ഇന്ത്യ രാജ്യം തന്നെ നശിച്ചു പോകാൻ കാരണമെന്നാണ് ഗുരു പറഞ്ഞത്. 1 മതമാണ്, 1 ജാതിയാണ്, 3 ജാതകമാണ്, 4 നമ്മുടെ കുടുംബക്ഷേത്രമാണ്, 5 അതനുസരിച്ചുള്ള ജീവിതചര്യയാണ്. ഇത് 5ഉം നമ്മുടെ DNA ക്രോമസോമിലൂടെ വന്നിട്ട് ഭാഗ്യമില്ലാത്ത മക്കൾ ജനിക്കുകയാണ്. ഇതിന് വിദ്യാഭ്യാസം വേണമെന്നില്ല. അപ്പം എൻ്റെ ഒരു 94 സംശയമായിരുന്നു ഗുരുവിനോട്, ഈ വിദ്യാഭ്യാസവും ഇതൊന്നുമില്ലെങ്കിൽ എങ്ങനെ പണം ഉണ്ടാവും? സമൂഹത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താ? പണമാണ്. പണമുള്ളവൻ വരുമ്പോഴേ വിലയുള്ളൂ. എന്താ കാരണം? അവൻ്റെ കയ്യിൽ പണമുള്ളത് കൊണ്ടാണ് അവൻ വരുമ്പോൾ ഒരു ബഹുമാനം കിട്ടണം. ഞാൻ ഗുരുവിനോട് പറഞ്ഞു, അതെന്നെ അന്ന് സംസാരിക്കാനൊക്കെ നമുക്ക് സൗകര്യമുള്ളതുണ്ട്. അപ്പോൾ ഗുരു തിരിച്ചു പറഞ്ഞത്, എടാ പണം ഉണ്ടാക്കാൻ എളുപ്പമാർഗമാണ്. ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്, ഞാൻ വളരെ അടുത്ത് കയറി വല്ല മന്ത്രോ അല്ലെങ്കിൽ വല്ല തകിടോ പറയാൻ പറ്റില്ല അല്ലേ, അതൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു കയറിപ്പോന്നാ വിചാരിച്ചിരിക്കുന്നു. ഗുരു വളരെ ശബ്ദം കുറച്ച് പറഞ്ഞു, ജീവന് പുണ്യം നേടണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഗുരുവേ പുണ്യം നേടാൻ എന്ത് ചെയ്യണം? ഭാഗ്യം വേണം. ജീവന് ഭാഗ്യം നേടണമെങ്കിൽ എന്ത് വേണം? എടാ ജീവന് അർത്ഥം കിട്ടണം. അർത്ഥം എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. അത് പ്രാർത്ഥനയിലൂടെ കിട്ടുള്ളൂ. ആ പ്രാർത്ഥന ദൈവം നമുക്ക് തന്നതാണ്. ഇവിടുത്തെ പ്രാർത്ഥന ആര് തന്നതാ? അതാണ് ആ കുട്ടറ ചോദ്യമുണ്ട് അല്ലേ, എന്തോ ചോദിച്ചില്ലേ? ഇവിടുത്തെ പ്രാർത്ഥന ആദ്യത്തെ 2 വരി വർക്കലയിൽ വെച്ചിട്ടാണ് കിട്ടിയത്. 1975 വർക്കലയിൽ വെച്ചിട്ടാണ് ഒരു ആണിന് പരബ്രഹ്മണെന്നും സ്ത്രീക്ക് സത്യപ്രദായം കിട്ടുന്നത്. അപ്പൊ ഗുരുവിന് ഇത് മനസ്സിലായില്ല. പിന്നീട് ഒരു അവധൂതൻ വന്ന് പറയുകയാണ്, വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം എന്ന് അറിയിച്ചപ്പോഴാണ് ആ പരമകാരുണ്യവാനായ ബ്രഹ്മസ്വരൂപത്തിന് മനസ്സിലായത്, ഞാൻ ബ്രഹ്മമാണ്, എൻ്റെ ധർമ്മം ഇവിടെ വലുതാണ്. 1993 മോളുടെ ഉത്തരം എന്താണ്? അതീവ സത്യപ്രകാശായ കിട്ടുകയാണ്. അത് ആദ്യം 2 പേർക്ക് കിട്ടി, പിന്നെ ശിഷ്യബുദ്ധിക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഗുരു വിളിപ്പിച്ച് എല്ലാവരെയും, ഞാനുണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നവർ പറഞ്ഞു കേട്ടോ. കാരണം ഞാനൊന്ന് ആശ്രമത്തിൽ നിങ്ങളെപ്പോലെ അത്യാവശ്യ സമയത്തേ പോളൂ. കാരണം പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. ഞാൻ ബിസിനസ്മാനായിരുന്നു, സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് എനിക്ക് പണം ഉണ്ടാക്കണം, കോടിക്കണക്കിന് റുപ്യ വേണം. അപ്പോൾ ഞാനൊന്ന് അത്യാവശ്യം ആശ്രമത്തിൽ പോളൂ. പക്ഷെ അന്നുണ്ടായിരുന്ന അന്നത്തെ ആൾക്കാരായിരുന്നു ജയദീപ്ത സ്വാമി, ജ്യോതിർമയി സ്വാമി, ജനസേവകൻ സ്വാമി, ഇന്നത്തെ ഭക്തത്വ സ്വാമി, പ്രഭാരൻ സാറ്, അതേപോലെ തന്നെ നമ്മുടെ ദുർമാത്മാ സ്വാമി, ഇവരെയൊക്കെ വിളിപ്പിച്ച് ഗുരു ഈ അഖണ്ഡനാമം പറഞ്ഞു കൊടുക്കുകയാണ്. ഓം ശ്രീ കരുണാഗുരു ഗുരു അതീവ സത്യപ്രകാശ്. അത് 3 പ്രാവശ്യം ചൊല്ലി ബലപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ആ 3ാമത്തെ വരി ബലപ്പെടാൻ തുടങ്ങിയത്. അത് ബലപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ നല്ല സമയം ഏതാണെന്ന് ഗുരു പറഞ്ഞത്? പൗർണമിയുടെ 3 ദിവസം മുമ്പും അന്നും അതിനുശേഷം. എന്നിട്ട് ഗുരു പറഞ്ഞു, ഈ അഖണ്ഡനാമം കൊണ്ട് ഈ ചതുർയുഗങ്ങൾ വന്നിട്ടുള്ള സകല തെറ്റുകളിലും വന്നിട്ടുള്ള കർമ്മഗതികൾ ഈ അഖണ്ഡനാമം കൊണ്ട് തീർക്കണം. ഇനിയും വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അഖണ്ഡനാമം അവസാനിച്ചു എന്നൊന്നും ഗുരു പറഞ്ഞിട്ടില്ല. അത് അതാത് കാലത്തിൽ പറഞ്ഞു കിട്ടും. അതാണ് നമ്മുടെ ഈ ആശയത്തിൻ്റെയും ഈ പരമ്പരയുടെയും മഹിമ. അതുകൊണ്ടാണ് ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ, എന്താണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേരറിയില്ല, കോഴിക്കോട് ഒരു വലിയ മെഡിക്കൽ കോളേജൊക്കെയുള്ളൊരു മുസ്ലിമിൻ്റെ ഒരു എന്താ പറയുക സമാധിയൊക്കെയുള്ള സ്ഥലമാണ്, ഭയങ്കര പേരുകേട്ട സ്ഥലമാണ്.
അവിടെ ഒരു മതസൗഹാർദ്ദത്തിന് പോയപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്: അങ്ങൊരു ഹിന്ദു സന്യാസിയല്ലേ? എന്നോട് ചോദിച്ചാണ്, ശാന്തിഗിരി ഒരു ഹിന്ദു സന്യാസി മഠമാണോ? ഞാൻ പറഞ്ഞല്ല, ഞാനൊരു ഹിന്ദു സന്യാസിയായിട്ട് വരുന്നില്ല, ഞാനൊരു സനാതന സന്യാസിയാണ്. അപ്പോൾ അവർ ചോദിച്ചു, ഹിന്ദു മതവും സനാതനവും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. സനാതനത്തിൽ ഞാൻ പറഞ്ഞു, സനാതന ധർമ്മത്തിൽ ഗുരുവും ശിഷ്യനാണ്. അവിടെ ഗുരുവിനോട് ശിഷ്യൻ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും, ചോദ്യോത്തരങ്ങളാണ്. എന്നാൽ മതത്തിൽ ചോദ്യമില്ല. ഒരു മതമായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മുസ്ലിം മതമാണെങ്കിൽ ഖുർആനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ക്രിസ്തു മതത്തിൽ ബൈബിളിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഹിന്ദു മതത്തിൽ വന്നു കഴിഞ്ഞാൽ അതാത് ആൾക്കാർ അതാത് ഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യില്ല. ഇവിടെ അതല്ല, നമുക്ക് ഏത് കാര്യങ്ങളും ഗുരുവിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഒരു ശിഷ്യൻ ഗുരുവിനോട് നിരന്തര ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് ഉത്തരം ഗുരു തരികയാണ്. അതിൻ്റെ കാര്യവും കാരണവും പറഞ്ഞു തരും. ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ രോഗമായി പോയപ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്, എന്തുകൊണ്ട് നിനക്ക് ക്യാൻസർ വന്നു, എന്തുകൊണ്ട് ഇത് തിരുത്തപ്പെടണം. അത് ഓരോ കാര്യം കൊണ്ട് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കില്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഏതായാലും നിർത്താം. ഇനി ഏതായാലും 2-3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. ഇവിടെ ചോദിച്ചു, ഒരു ചോദ്യമുണ്ട്, ആരാധന. അതുണ്ട്, നന്ദി പറയാനുണ്ട്. ഇവിടെ ഒരു ചോദ്യമാണ്, എന്താണ് ആരാധന എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് കൊടുക്കാത്തത്? അല്ല, ആരാ ചോദിച്ചത്? ആരാധന പുരുഷന്മാരെ ആധിപത്യമൊന്നുമില്ല കേട്ടോ, അത് തെറ്റാണ്. നമ്മുടെ ഈ അടുത്ത് കിടക്കുന്ന ആശ്രമമാണ് ഏത്? അതാ നമ്മുടെ ബത്തേരി ആശ്രമം കണ്ടിട്ടുണ്ടോ? അവിടെ ആരാ ആരാധന ചെയ്തിട്ടുണ്ടായിരുന്നു? അഭേദന്യ രേണുരൂപ ജന്യാണ്. ഡൽഹി ആശ്രമത്തിൽ ആരാ ആരാധന ചെയ്ത്? പൂജ തന്നെയാണ്. അപ്പോൾ ആരാധന ചെയ്യാൻ പറ്റും, പക്ഷെ അതിൻ്റേതായ ധർമ്മത്തിൽ നമ്മൾ ആശ്രമത്തിൽ നിന്ന് ആ ജീവനെ ഉയർത്തണം. കാരണം നമ്മുടെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റും. എന്താണ് ആരാധന എന്നും അത് നമുക്ക് ഈ സത്സംഗത്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് 1 മാസം വേണം, 2 മാസം എടുക്കും അല്ലേ, നമ്മുടെ ആരാധനയെക്കുറിച്ചും കാര്യങ്ങൾ. അപ്പോൾ അനുവാദമുണ്ട്, പക്ഷെ ആ അർത്ഥത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ വരുമ്പോൾ സ്ത്രീകൾക്ക് കിട്ടുമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആരോ വായിച്ചപ്പോൾ പറഞ്ഞത്, സ്ത്രീകളെ അപലകളാക്കി ദേവദാസികളാക്കി മാറ്റിയ കർമ്മഗതി നമ്മുടെ ഭാരതത്തിലുണ്ട്. അതിനെ പൊട്ടിക്കാനാണ് ഗുരു എന്തുണ്ടാക്കിയത്? മാതൃമണ്ഡലം ഉണ്ടാക്കിയത്. ഗുരു പറഞ്ഞിട്ട് തന്നെ ഉണ്ടാക്കിയത്. ആ മണ്ഡലത്തിൽ പോയി നിൽക്കുന്ന സകല സ്ത്രീകളുടെ ജീവനെയും ഞാൻ തിരിച്ചു കൊണ്ടുവരും, അതിനെല്ലാം ഞാൻ തിരുത്തും. നിങ്ങൾക്കറിയാം, നമ്മുടെ ആശ്രമത്തിൽ നിന്ന് ഒരു പ്രാവശ്യം ഒരു സ്ത്രീ കെന്റിച്ചാടി മരിച്ച സമയത്ത് അന്നത്തെ അധികാരികളായിരുന്ന ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെല്ലാം പറഞ്ഞയച്ചു. നമ്മുടെ ഭാരതീയമ്മയെ പോലെ അന്ന് നമ്മുടെ കൂടെ താമസിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും അല്ലേ, തിരുവനന്തപുരത്ത്. അവരെല്ലാവരെയും പാക്ക് ചെയ്തു. ഇവിടെ ഒറ്റ സ്ത്രീകൾ വേണ്ട, സ്ത്രീകൾ കാരണമാണ് ശാന്തിഗിരിക്ക് ഇത്ര ദുരിതം വന്നിരിക്കുന്നത്. എല്ലാം പറഞ്ഞയച്ചു. ഇതൊന്നും ഗുരു അറിഞ്ഞില്ല. ഗുരു പെട്ടെന്ന് ഓരോരുത്തരെ വിളിച്ചപ്പോൾ ആരും ഇവിടെ സ്ഥലത്തില്ല. ഗുരു ചോദിച്ചു, അവരൊക്കെ എവിടെ പോയി ചോദിച്ചു. അപ്പോൾ അന്നത്തെ അധികാരികൾ ഗുരുവിനോട് ഒന്ന് പറഞ്ഞു, ഗുരുവേ, ഈ സ്ത്രീകളെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ, ബുദ്ധനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത്രേ, എനിക്കറിയില്ല, അവർ പറഞ്ഞു എന്നാണ് പറയുന്നത്, അത് ചരിത്രത്തിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. സ്ത്രീകളെ നിർത്തിയാൽ ആശ്രമം മുടിയും. ഇപ്പോൾ കണ്ടില്ലേ ഗുരുവിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി.
അതുകൊണ്ട് അവർ ഞങ്ങളെല്ലാം പറഞ്ഞയച്ചു. ഗുരുവിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി. ഗുരു പറഞ്ഞു, ഞാൻ വന്ന തന്നെ അവരെ തിരുത്താനാണ്. സ്ത്രീ എന്ന സമൂഹത്തിൻ്റെ സകലവിധ ദോഷങ്ങളും മാറ്റി അവരെ ആ ധർമ്മത്തിൽ ഉയർത്തിക്കൊണ്ടുവരാണ് ഞാൻ വന്നത്. അതിന് സൗകര്യമുള്ളവർ മാത്രം എൻ്റെ കൂടെ നിന്നാൽ മതി, അല്ലാത്തവർക്കൊക്കെ പോവാം, പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ഈ കൊണ്ടുപോയവരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ശാന്തിഗിരി ചരിത്രത്തിലുണ്ട്. അത് ഒരു കാലത്ത് നിങ്ങൾക്ക് മ്യൂസിയത്തിൽ കാണാം, ആ ഡേറ്റ് വരെ. എന്നിട്ട് ഗുരു പറഞ്ഞത് എന്താ? ആ കുട്ടി വായിച്ചു പോലെ, ഒരു സ്ത്രീ നന്നായാൽ അതിലൂടെ ആ കുടുംബവും ദേശവും രക്ഷപ്പെടും. അപ്പോൾ അവിടെയാണ് ഗുരുവിൻ്റെ ദീർഘവീക്ഷണം. ഇന്ന് ശിഷ്യപൂജിത ജന്യെ നമ്മൾ നമസ്കരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇത് ഗുരുവിൻ്റെ വലിയ സങ്കല്പത്തിൻ്റെ പൂർത്തീകരണമാണ്. അവിടെ ഗുരു പറയുന്നത് കാര്യങ്ങൾ എന്താണ്? ഇതുപോലത്തെ ഗതികെട്ട് നിൽക്കുന്ന മാതൃമണ്ഡലമായി നിൽക്കുന്ന കർമ്മത്തിൻ്റെ വശം പൂർത്തീകരിച്ചെടുക്കണം. അത് ഈ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവരെ നിരന്തരം പ്രഷർ ചെയ്ത് പഠിപ്പിക്കുന്നത് എന്താ? നീ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, നീ സമ്പാദിക്കണം, മറ്റേ ചെയ്യണം, മറിച്ച് ചെയ്യണം എന്നാണ്. ഇപ്പം തന്നെ പല കുട്ടികളെയും ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ, ഇവിടുത്തെ ഇപ്പോൾ ആ കുട്ടി പറഞ്ഞോ ചോദിച്ചാൽ ഒക്കെ എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം. തിരക്കുള്ള എൻട്രൻസ് കോച്ചിങ് നല്ലതാണ്, ഞാൻ വേണ്ട പറയില്ല. പക്ഷെ ആ ജീവന് വേണ്ട ഒരു വശം എന്താണെന്ന് ആരും ചോദിക്കുന്നില്ല. ഇവിടെ തന്നെ അറിയാം, ബിടെക് കഴിഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട്, വന്നിട്ടുണ്ടോ? ആദർശ്, അവനുണ്ടോ? അനീഷ് ഉണ്ടോ? ബിടെക് കഴിഞ്ഞ ആളുണ്ടോ അവിടെ? അവൻ പോയോ? വന്നിട്ടില്ലെന്ന്? വൈഷ്ണവല്ല, മറ്റേ പയ്യൻ ഇരിട്ടിയിലെ അവൻ്റെ അമ്മയും അല്ലേ, അവൻ ഇലക്ട്രോണിക്സിലെ ബിടെക് ഫസ്റ്റ് റാങ്കാണ്. ആദർശ് ഇതാ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാനിത് പറയുന്നു. പക്ഷെ എന്താണ് അവന് സംഭവിച്ചത്? അവൻ ബിടെക്കാണ്, അവൻ നിങ്ങളെപ്പോലെ എൻട്രൻസ് ഒക്കെ എഴുതി പാസ്സായ ആളാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഞാൻ എപ്പോഴും രാജീവ് നാരായണ സ്വാമിയുടെയൊക്കെ അനുഭവം ഇവിടെ പറയാറുണ്ട്. അതുപോലെ ഒരുപാട് പേരെ എനിക്ക് പറയാൻ പറ്റും. ആ ജീവന് വേണ്ട വശം എന്താണെന്ന് അറിയാതെ നമ്മളവൻ എഞ്ചിനീയർ ആക്കിയും ഡോക്ടറാക്കിയിട്ടും IAS ഓഫീസർ ആക്കിയിട്ട് എന്താ കാര്യം? ഗുരു ചോദിച്ചു, ചക്രവർത്തിയാക്കി തരാൻ ഞാൻ നിങ്ങളെ. അതിൻ്റെ സ്പീച്ച് വരാൻ കാരണം മാതാമൃതാന്തമയുടെ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞു. ആൾക്കാരിങ്ങനെ കൂടുകയാണ്. ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാധേ, നീ എൻ്റെ കൂടെ 3 വർഷം നിൽക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ അവസ്ഥ കടത്തിവിടാം. അത് വലിയ അവസ്ഥയൊന്നുമല്ല, ഞാൻ നിന്നെ അത് കടത്തിവിടാം. പക്ഷെ നീ എൻ്റെ കൂടെ ഒരു 3 കൊല്ലം നിന്നാൽ മതി ഈ ആശ്രമത്തിൽ. പക്ഷെ അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ഗുരു പറഞ്ഞതാണ്, ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്തു വന്നിട്ടുള്ള ഈ കർമ്മഗതിയെ പൊട്ടിച്ച് ജനിമൃതി ഹരണം എന്ന അവസ്ഥ കടന്നു പോകണം. നമ്മുടെ ജ്യോതിർമയ സ്വാമി ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞു. ഒരു ക്ലാസ് റൂമിൽ എല്ലാവരും പഠിക്കാതിരിക്കുകയാണ്, സാറാണ് ക്ലാസ് എടുക്കണം. അതിൽ ഫ്രണ്ട് ബെഞ്ചിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, അവൻ ക്ലാസ് ലീഡറാണ്. ഒരാൾ ക്ലാസ് ലീഡറാണ്, ഒരാൾ ആ സ്കൂളിൻ്റെ ലീഡറാണ്, പലതുമാണ്. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ ക്ലാസ്സിലെ മിക്ക കുട്ടികളും ഭയങ്കര എനർജറ്റിക്കാണ്, വളരെ കുറച്ച് പേര് ഒന്നുമല്ല. റിസൾട്ട് വന്നപ്പോൾ ഇവരൊക്കെ പൊട്ടി, ഒന്നുമില്ലാതിരുന്നവൻ പാസ്സായും പോയി. ഗുരു ചോദിച്ചു, ഇതിൽ ആരാവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ പാസ്സായി പോകണം. ഇവിടെ നമുക്ക് ചക്രവർത്തി ആയിട്ടോ മോഹൻലാലായിട്ടോ മമ്മൂട്ടി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സച്ചിൻ തെണ്ടുൽക്കർ ആയിട്ടോ കാര്യമില്ല. പിന്നെ എന്താവണം നമ്മൾ? ഈ ഭൂമിയിൽ ഇനിയൊരു ജന്മം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നാണ്. അതിനാൽ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? ആരാധന കഴിഞ്ഞാൽ ദൈവത്തോട് പറയണം, ഈ ആരാധന കൊണ്ട് ഞാൻ എന്താ നേടേണ്ടത്? മൃത്യുമ അമൃതം കമ. അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഈ അമ്മ ചോദിക്കും, സ്വർണ്ണത്തിന് വില കൂടിയില്ല, 2000 പറഞ്ഞത് എന്താണ് അവിടെ? എനിക്ക് നീ ജനനവും വേണ്ട മരണവും വേണ്ട, അമൃതത്തിലേക്ക് പോകണം. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മുടെ ജീവൻ്റെ വാസന നമ്മളെ തിരിച്ചു വലിക്കും, നമ്മുടെ പ്രകൃതി നമ്മളെ തിരിച്ചു വലിക്കും. അതുകൊണ്ടാണ് ആശ്രമത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ നിൽക്കുന്ന പല കുട്ടികളും ഇത് കഴിഞ്ഞവർ ഓടാൻ നിൽക്കുന്നവരാണ്. എന്താ കാരണം? അവൻ്റെ പ്രകൃതി അവരെ ചുഴറ്റിക്കൊണ്ടിരിക്കും.
തിരിച്ച് വീട്ടിൽ പോയിട്ട് ഒരു പണിയില്ല, ആരും കലക്ടറല്ല, ആരും വലിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള അവൻ്റെ പ്രകൃതിയിലുള്ള അവൻ്റെ വാസന അവൻ ഈ ആശ്രമത്തിന് അകറ്റും. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനമായ ഒരു കാര്യം, നമ്മൾ ആശ്രമത്തിൽ വരുമ്പോൾ നമ്മുടേതായ ജീവൻ്റെ കർമ്മഗതികൾ എന്താണെന്ന് അറിഞ്ഞ് അത് തിരുത്തണം. അപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കാൻ വന്ന ആ ടീച്ചറുടെയൊക്കെ കുടുംബത്തിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. സിദ്ധ ശ്രീധരേട്ടൻ്റെയൊക്കെ ജീവിതം 1.5 മണിക്കൂറാണ് ഗുരു സംസാരിച്ചത് അതിനെക്കുറിച്ച്. പക്ഷെ അവർക്കത് മനസ്സിലായിട്ടും എനിക്കറിയില്ല. അത് യോഗ ചെയ്ത് സിദ്ധാശ്രമത്തിൽ യോഗ ചെയ്ത ഒരു ഗോത്രത്തിനെ കുറിച്ചാണ് ഗുരു സംസാരിച്ചത്. അതിനെ മാറ്റാൻ വേണ്ടി ഗുരു കഷ്ടപ്പെട്ടതും അതുമൂലം ഗുരുവിനുണ്ടായ ദേഹത്തിനുണ്ടായ അസുഖത്തെക്കുറിച്ചൊക്കെ അത് അവൻ തന്നെ പറയട്ടെ, ഞാൻ പറയുന്നില്ല. ആ കുടുംബം മനസ്സിലാക്കുക, അത് ചരിത്രമാണ് ശാന്തിഗിരി. അതുപോലെ ഒരുപാടുണ്ട്. പങ്കജ് ഫാമിലി തിരുവനന്തപുരത്ത്, അതൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ബെൻസ് കാറിൽ പോയി ഇറങ്ങിയാലേ നമുക്ക് വിലയുള്ളൂ. പക്ഷെ ദൈവത്തോളം സംബന്ധിച്ചോളം സ്കൂൾ ലീഡറായോ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് പഠിച്ചോ ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് പഠിച്ചല്ലോ, ആ പരീക്ഷയിൽ ആരാണോ പാസ്സാവുന്നത് അവനെയാണ് ഗുരുവിന് ആവശ്യം. അതുകൊണ്ടാണ് മോഹൻലാലിനെ പോലത്തെ ഒരാളോടൊക്കെ ഗുരു പറഞ്ഞത്, നീ അഭിനയം നിർത്തി മാറിക്കോളും. ഇതന്നെയാണ് രാജീവ് അഞ്ചൽ സാറും പറഞ്ഞത്. ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അദ്ദേഹം പതുക്കെ സിനിമാ ലോകത്ത് നിന്ന് മാറി മറ്റൊരു ലോകത്തേക്ക് മാറാൻ കാരണം എന്താ? ഈ ജീവൻ്റെ പുണ്യം നഷ്ടപ്പെടുന്ന കർമ്മവശം തിരിച്ചറിയാനുള്ള അറിവ് നമുക്ക് വേണം. ഇതാണ് ആശ്രമ പരിചയം. ഇവിടെ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ആശ്രമത്തിൽ വരുമ്പോൾ എന്ത് പരിചയമാണ് വരേണ്ടത്? ജീവൻ്റെ പുണ്യം നഷ്ടപ്പെടുന്ന ഒരു കർമ്മവും നമ്മളിൽ നിന്ന് ഉണ്ടാവാതെ നമ്മൾ നോക്കണം. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ എനർജി കുറയും. ഈ മൊബൈൽ ഫോൺ ഞാൻ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, എന്ത് സംഭവിക്കും? എനിക്ക് ചാർജറും ഇല്ല, ഞാൻ എന്ത് ചെയ്യും? ഒരു രക്ഷയില്ല, ചാർജറേ ഇല്ല. ഈ ലോകത്ത് എവിടെ ഇതിൻ്റെ ചാർജറില്ല. ഇതാണ് ഗുരു പറഞ്ഞത് നമുക്ക് പറ്റിയ അബദ്ധം. നമ്മുടെ ജീവൻ മൊബൈൽ ഫോണാണെന്ന് എടുക്കുക. ഇത് തിരിച്ച് ഈ പുണ്യം നഷ്ടപ്പെട്ടാൽ തിരിച്ചു തരാനുള്ള ഒരു അറിവും എവിടെയില്ല. ഈ ലോകത്ത് നിന്ന് ആരും പറഞ്ഞു തരാനില്ല. അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? നഷ്ടപ്പെട്ടവൻ വിശ്വാമിത്ര മഹർഷിയെ പോലെ വീഴും. വിശ്വാമിത്ര മഹർഷി ആരാണെന്ന് വല്ലതും അറിയോ ആർക്കെങ്കിലും? ഞാൻ ഇന്നലെ ആർക്കോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു രാജാവായിരുന്നു. വശിഷ്ഠ മഹർഷിയുടെ ആ സ്ഥലത്തിലെ ഒരു കാര്യം കണ്ടിട്ടാണ് അയാൾ സന്യാസിയാവുന്നത്. അദ്ദേഹം ബ്രഹ്മജ്ഞാനിയായി. അപ്പോൾ ത്രിശങ്കു എന്ന് പറയുന്ന ഒരു ശിഷ്യനെ കിട്ടുകയാണ്. ആ ത്രിശങ്കു എന്ന് പറയുന്ന ശിഷ്യന് ആവശ്യം എന്താ? ഉടലോടെ സ്വർഗത്തിൽ പോകണം. അത് നടക്കാത്ത കാര്യമാണെന്ന് അറിയാം, എന്നാലും ട്രൈ ചെയ്ത് നടന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ തപോബലത്തിൻ്റെ അഹങ്കാരം കാരണം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ത്രിശങ്കു സ്വർഗം ഉണ്ടാക്കി കൊടുത്തു. ആ നിമിഷം അദ്ദേഹം വീഴുകയാണ്. പിന്നെ എണീക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വശിഷ്ഠനാണ് വരുന്നത്. വശിഷ്ഠൻ വന്നിട്ട് പറയണേ, മൂടാ, നശ്വരമായ ഈ കർമ്മം ആരെങ്കിലും ചെയ്യോ? ഇത് പൊട്ടത്തരമല്ലടാ. ഇങ്ങനെയുള്ള തപോബലം മുഴുവൻ നീ എന്തിനു കളഞ്ഞു? ത്രിശങ്കുവിൻ്റെ സ്വർഗം ഉണ്ടാക്കാൻ കളഞ്ഞു. ഇതാണ് ആദ്യത്തെ 5 ഗ്രഹസ്ഥാശ്രമികളോട് ഗുരു പറഞ്ഞത്. ആരൊക്കെയാണ് അവര്? ധർമാനന്ദ സ്വാമി, പരിപൂർണ സ്വാമി, അല്ലേ? അറിയോ ഇവരെയൊക്കെ? ജനാർദ്ദന മേനോൻ സാറ്, അല്ലേ? രഞ്ജൻ സാറ്, അവരെയൊക്കെ അറിയോ? ഒക്കെ പരിചയപ്പെടുക, അവരെ ചരിത്രം പഠിക്കുക. അവർക്കൊരു വീട് പോലും കെട്ടിക്കൊടുത്തില്ല ഗുരു. കാരണം ഇതാണ്. അവരൊക്കെ കോടീശ്വരന്മാരാണ്. പക്ഷെ അവരോട് പറഞ്ഞത്, എടാ പുണ്യം ഒരിക്കലും നിങ്ങൾ മണ്ണാങ്കട്ടയാക്കി മാറ്റരുത്. എന്താ മണ്ണാങ്കട്ട പറഞ്ഞ? കല്ലും മണലും അടങ്ങിയ വീടാക്കി മാറ്റരുത്, സ്വർണമാക്കി മാറ്റരുത്, മൊബൈൽ ഫോണാക്കി മാറ്റരുത്. ഞാൻ ചേർത്തിയതാണ്. ഇങ്ങനെയുള്ളതായി ചേഞ്ച് ചെയ്യുമ്പോൾ എനർജി ക്യാൻ ട്രാൻസ്ഫർ ഫ്രം വൺ ടു അനദർ. ഞാൻ നേടിയിട്ടുള്ള എൻ്റെ എനർജി ഞാൻ മറ്റൊന്നാക്കി മാറ്റുമ്പോൾ അത് കുറയുകയാണ്. ഇവിടെ എൻ്റെ ഭാഗ്യം എന്താണ് പറയുക? എനിക്ക് ചാർജറുണ്ട്. എൻ്റെ ഗുരു തന്നിട്ടുള്ള
എൻ്റെ കാരുണ്യത്തിൻ്റെ കാരുണ്യ സ്വരൂപനായ എൻ്റെ ഗുരു എനിക്ക് വഴി തന്നു. എന്താണ് ചാർജ് ചെയ്യാനുള്ളത്? ആരാധന, പ്രാർത്ഥന, ചിട്ട, ചര്യ, 10-1 സമർപ്പണം, തട്ട സമർപ്പണം ചെയ്യുമ്പോൾ എൻ്റെ ചാർജ് കയറുകയാണ്. അവിടെ നഷ്ടപ്പെടുമ്പോഴും എനിക്കെന്ത് കിട്ടും? ഞാൻ ചാർജാവും. അഥവാ എനിക്ക് ചാർജ് കയറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ ഗുരു എന്നെ അടുത്ത് വിളിച്ച് എനിക്കതിന് വേണ്ട കാര്യങ്ങൾ ഗുരുവിൻ്റെ തപോബലത്തിന് എനിക്ക് തരുന്നു. അതാണ് ഗുരുപൂജ. അതാണ് നമ്മുടെ പരമ്പരയുടെ ഭാഗ്യം. മറ്റൊരു പരമ്പരയിലും വീണ തന്നെ കയറി വരാനുള്ള ഒരു വഴി അറിയില്ല. ശാന്തിഗിരി പരമ്പരയ്ക്ക് മാത്രമേ എന്തുള്ളൂ? റീചാർജിങ് ഓഫ് പുണ്യം ഉള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കാൻ നമ്മൾ ആര് സമ്മതിക്കില്ല? നമ്മുടെ ജാതി സമ്മതിക്കില്ല, നമ്മുടെ ഡമ്പ് സമ്മതിക്കില്ല. എന്നാൽ ആരോ ഡമ്പ് ചിരിക്കുന്നുണ്ടായിരുന്നു, ആരെനിക്ക് ഓർമ്മയില്ല. നമ്മുടെ മതം സമ്മതിക്കില്ല. ഇതൊക്കെ നമ്മളെ തിരിച്ച് റീചാർജ് ചെയ്യുന്ന ഗുരുവിൻ്റെ ചാർജിനെ തടസ്സപ്പെടുത്തും. ഗുരു നിസ്സംഗനായി നോക്കി നിൽക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ എപ്പോഴും ആശ്രമത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു കർമ്മത്തെക്കുറിച്ച് ഓർമ്മ വേണം. അതുകൊണ്ട് ആശ്രമത്തിൽ നിൽക്കുമ്പോൾ പല വിധത്തിലുള്ള വിഷമതകളും വരും. സുഖിക്കാനാണ് ആശ്രമത്തിൽ വരുന്നത് വിശ്വസിക്കരുത്. ആര് പറഞ്ഞാലും വിശ്വസിക്കരുത്. അത് നിരന്തരമായ അടികിട്ടലാണ്. ഇട്ടിട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ധർമ്മം നമ്മൾ സൂക്ഷിക്കണം. ഇതൊരു ഗുരുവിൽ നിന്നോ ഗുരു പരമ്പരയിലൂടെ കിട്ടുള്ളൂ. ഇത് ഗുരുവാണിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വിചാരിക്കണത് ആശ്രമത്തിൽ സുഖമാണ്, വളരെ സദ്യ, മോനെ, മകനെ ഇതൊന്നും വിളിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയൊന്നും ഗുരു പഠിപ്പിച്ചിട്ടുമില്ല. ചീത്ത പറയേണ്ടവിടെ ചീത്ത പറയും, തിരുത്തേണ്ടവിടെ ഗുരു തിരുത്തും. അഭിമാനം ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പോൾ അടിയിൽ നിന്ന് ഗുരു വെട്ടി താഴ്ത്തും, ഏറ്റവും താഴെ കൊണ്ടിടും. എന്നിട്ട് ഗുരു പഠിപ്പിച്ചെന്താ? നീ പട്ടിയെ പോലെ കടിക്കാൻ പഠിക്കണം. അങ്ങനെ കിടന്ന് പഠിക്കാനുള്ളൊരു അറിവ് നമുക്ക് നേടണം. ഇതാണ് ആശ്രമത്തിൽ വരുമ്പോൾ ഈ കുട്ടികളെയും പഠിപ്പിക്കുന്നത്. നാളത്തെ തലമുറ ഇവരാണ്. അപ്പോൾ ഏതൊരു കാര്യത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഗുരുവിൻ്റെ ലക്ഷ്യം ഈ പറയുന്ന പോലെ ജനിമൃതി ഹരണമാണ്. അതിന് നിങ്ങൾ തയ്യാറാവണം. അധിക സമയമില്ല, ഞാൻ നിർത്തിയത് 2:40 വിശപ്പിൻ്റെ വിളി എന്നെയും തളർത്തുന്നുണ്ട്. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയുള്ള ഞായറാഴ്ചകൾ നമുക്ക് സംസാരിക്കാം. നമ്മുടെ 10 ചിട്ടയിലേക്ക് എനിക്ക് കിടക്കാൻ പറ്റിയിട്ടില്ല. അത് അത്രയും പെട്ടെന്ന് കിടക്കണം. എന്താ കാരണം? നമുക്ക് പറഞ്ഞ് ഒരുപാട് തീർക്കാണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് പറയണം, ആരാധനയെക്കുറിച്ച് പറയണം, അല്ലേ? ഒന്നിച്ചുള്ള കർമ്മത്തെക്കുറിച്ച് പറയണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. എന്തായാലും ഈ ചോദ്യത്തിനെല്ലാം മറുപടി പറയാമെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞാണ്. ആരാധന എല്ലാവർക്കും ചെയ്യാനുള്ള അനുവാദം ആ ധർമ്മം സൂക്ഷിക്കുന്നവർക്കുണ്ട്. അത് ആണാണെങ്കിൽ ഇല്ല. ആണുങ്ങൾക്ക് അത് സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ചെയ്യേണ്ട പറയും. ആണുങ്ങൾക്ക് കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. ആ ധർമ്മം സൂക്ഷിക്കാറുണ്ട്. അവിടെ ജാതി, മതം, ദേശം, ഇപ്പോൾ വേദം പഠിച്ചവൻ, പൂന്നൂലിട്ടവൻ ഒന്നുമില്ല ഗുരുവിൻ്റെ മുന്നിൽ. ആർക്കാണോ അത് ചെയ്യുക. പിന്നെ ഗുരു ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് ആരാധനയുടെ ഒരു രഹസ്യമാണ്. നമ്മൾ ആരാധനയ്ക്കൊക്കെ അപ്പുറത്താണ്. അതാണ് കുട്ടികളെ മനസ്സിലായി. അഖണ്ഡനാമം നല്ലോണം ജപിക്കുക, അത് റീചാർജിങ് ആണ്. അഖണ്ഡനാമം എന്താണ്? പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? പ്രാണതാത്രേ അർത്ഥ പ്രാർത്ഥന. പ്രാണനെ താത്രം ചെയ്യുക, ഉയർത്തുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ അഖണ്ഡനാമം 5 വരി ചൊല്ലണം. ഇനിയും വരാം കേട്ടോ. ഇനി വരില്ല എന്ന് ഞാൻ പറയില്ല. ദൈവത്തിൻ്റെ കാര്യം ദൈവം തീരുമാനിക്കും. വരില്ല എന്നോ വരുന്നൊന്നും ഞാൻ പറയില്ല. അത് ഈശ്വരൻ്റെ ഗുരുവിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്രമത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവൻ്റെ സകലവിധ കർമ്മദോഷങ്ങളും മാറ്റിയിട്ട്, ആരാധനാദോഷവും മാറ്റി, മതപരമായ കർമ്മം കൊണ്ട് വന്ന ദോഷം മാറ്റി, ജാതിപരമായ കർമ്മം കൊണ്ട് ദോഷം മാറ്റി, ജാതകം നോക്കി കല്യാണം കഴിച്ചതിൻ്റെ ഗതികേട് മാറ്റിയിട്ട്, ഇതുപോലത്തെ ആരാധനാദോഷം കൊണ്ടുള്ള ഗതികേട് മാറ്റി നമുക്ക് ഗുരുവിൻ്റെ ധർമ്മത്തിൽ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. ആരാ നന്ദി പറയാനാരാ? വരുന്നു.